5ാം ക്ലാസ്സുകാരുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ പറമ്പ് MSM HSS അധ്യാപകൻ ബൽരാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു അധ്യാപകന്റെ ക്രൂരമർദ്ദനം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസെ, ഈ അധ്യാപകനോട് ചികിത്സ അത് അത്യാവശ്യം തന്നെയാണ്. ഇത്തരത്തിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ കൈ തല്ലി ഒടിക്കുകയാണോ വേണ്ടത്? എന്താണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം പറയുന്നത്? അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ എങ്ങനെയാകും? ആ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ആ കുഞ്ഞ് പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ? തീർച്ചയായും അധ്യാപകന് ചികിത്സ നൽകേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. കാരണം ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈ ആണ് ഈ അധ്യാപകൻ തല്ലി ഒടിച്ചത്. കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചൂരൽ വടി കൊണ്ട് അധ്യാപകൻ കുട്ടിയെ അടിച്ചത്. ഈ സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം നിലവിൽ പോലീസിലും കൽപ്പകഞ്ചേരി പോലീസിലും അതോടൊപ്പം തന്നെ ശിശുക്ഷേമ സമിതിയിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് നിലവിൽ ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൽപ്പകഞ്ചേരി MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനായ ബൽരാജാണ് ഈ കുട്ടിയെ തല്ലിയത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ അധ്യാപകനെതിരെ സ്കൂളിൽ പരാതി നൽകിയിട്ടില്ല. ഇന്നും നാളെയും സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിങ്കളാഴ്ച സ്കൂളിൽ പരാതി നൽകും എന്നാണ് കുടുംബം പറയുന്നത്. അതോടെ കുട്ടി ഇപ്പോൾ നിലവിൽ വീട്ടിലാണുള്ളത്. കുട്ടിയുടെ കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. കുട്ടി തുടക്കത്തിൽ വീട്ടുകാരോട് ഈ കാര്യം പറഞ്ഞു. അതിനുശേഷം വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷമാണ് ആശുപത്രിയിൽ കുട്ടിയുടെ ഈ കൈക്ക് എല്ല് പൊട്ടിയതായി കണ്ടെത്തിയത്. എന്തായാലും ഗുരുതരമായ വിവരങ്ങൾ വ്യക്തമാണ് ശിവദാസ്. എന്തായാലും 5ാം ക്ലാസ്സുകാരുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ശിവദാസ് കന്മനം പങ്കുവച്ചത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഈ കൈയൊടിഞ്ഞ കുഞ്ഞിന് ചികിത്സ വേണം. ഒപ്പം ഈ അധ്യാപകന് അതിനേക്കാൾ വലിയ ചികിത്സ വേണം. കാരണം ഇങ്ങനെയുള്ള അധ്യാപകന്മാരൊക്കെ നമ്മുടെ നാടിന് ശാപമാണ്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കൈ തല്ലി ഒടിക്കുന്ന ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കും അദ്ദേഹം ആ ക്ലാസ്സിൽ 1 മണിക്കൂറൊക്കെയാണ് ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുക. അപ്പം ആ കുഞ്ഞുങ്ങളൊക്കെ ഭയത്തോടെ ആകും ഈ 1 മണിക്കൂർ ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും സ്കൂളുകളും ബന്ധപ്പെട്ട അധികൃതരും ഒക്കെ ഇത്തരത്തിൽ നിരന്തരമായ പരിശോധന, ഹെഡ് മാസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇടവിട്ട് ഈ ക്ലാസ്സുകളിലേക്കൊക്കെ ഒന്ന് എത്തുക. എങ്ങനെയാണ് അധ്യാപകർ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ കൃത്യമായി ഈ സ്കൂൾ അധികൃതരുമായൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാളത്തെ ഭാവി എന്ന് പറയുന്നത്. അവരെ ഇത്തരത്തിൽ ഒരു ഭയത്തിൽ അല്ലെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കടത്തിവിട്ട് വലിയ ട്രോമ സമ്മാനിപ്പിക്കുന്ന ഇത്തരം അധ്യാപകർക്കെതിരെ നടപടി ആവശ്യം തന്നെയാണ്.